ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല എനർജി പകർന്നു തരുന്ന, നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇമോഷൻ ഏതാണ്? യാതൊരു സംശയമില്ലല്ലോ, അത് സന്തോഷമാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്താണെന്നോ, ഈ സന്തോഷം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ചോയ്സാണ് എന്ന് മനസ്സിലാക്കുന്നവരുടെ എണ്ണം കുറവാണ്. നമ്മൾ പലപ്പോഴും ബാഹ്യലോകത്താണ് സന്തോഷം എന്ന ധാരണയിലാണ്. അതുകൊണ്ട് തന്നെ സന്തോഷം പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാറില്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സന്തോഷമൊന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ നമുക്കങ്ങനെ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ പറ്റും. സന്തോഷം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്ത് ആ മാനസിക ഭാവത്തിലേക്ക് എത്തിക്കേണ്ടതാണ്. ഇത് വേറൊരാൾ കൊണ്ടുവന്ന് തരുന്ന ഒന്നല്ല. ഈ വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷം നമ്മെ തേടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെ ഈ സന്തോഷത്തിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്താണെന്നോ, രാവിലെ നമ്മുടെ ഒരു മൂഡില്ലേ, അത് ദിവസം മുഴുവൻ നമ്മളെ ബാധിക്കുന്ന ഒന്നാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി തോന്നില്ല. അപ്പോൾ നമ്മൾ പറയും നമുക്കൊരു മൂഡില്ല. നമ്മളെടുത്ത പല തീരുമാനങ്ങളിൽ നിന്നും, അതായത് ഇന്ന് ചെയ്യേണ്ട പല തീരുമാനങ്ങളും നമ്മൾ വേണ്ടാന്ന് നോക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. രാവിലെ നമ്മളൊരു ഹാപ്പി മൂഡ് സെറ്റ് ചെയ്തെടുക്കണം. അത് സെറ്റ് ചെയ്തെടുത്താൽ അന്നത്തെ ദിവസം സന്തോഷമുള്ളതായി മാറും. കൂടുതൽ സമയവും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴും നമുക്ക് സന്തോഷമാണെങ്കിൽ സന്തോഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ലല്ലോ. അപ്പോൾ ജീവിതം എന്നുള്ളത് സന്തോഷവും ദുഃഖവും ഒക്കെ ഇടകലർന്നതാണ്. പക്ഷേ കൂടുതൽ സമയവും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കണം. അപ്പോൾ അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് നമ്മുടെ രാവിലത്തെ മൂഡ്, ഒരു ഹാപ്പി മൂഡ് എങ്ങനെ സെറ്റ് ചെയ്യാം. അതിന് നമ്മളെ സഹായിക്കുന്ന 6 ശീലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. നാളത്തെ ദിവസം ആരംഭിക്കുന്നത് ഇന്ന് രാത്രിയാണ്. ഒരു ദിവസത്തിൻ്റെ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട് പങ്കുവയ്ക്കുന്ന 2 കാര്യങ്ങളുണ്ട്. സമയത്തിന് ഉറങ്ങുക, സമയത്തിന് ഉണരുക. ഈ 2 കാര്യങ്ങളും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂഡ് അത്ര ശരിയാവില്ല. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അയ്യോ സമയം പോയി എന്നുള്ള ഒരു മാനസിക ഭാവം ഇല്ലാതെ റിലാക്സ്ഡായിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നത് ഹാപ്പി മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ വലിയൊരു പ്രശ്നമാണ് സമയത്തിന് ഉറങ്ങാൻ സാധിക്കാതെ വരിക. എനിക്കും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ ഉറങ്ങാൻ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സമയമുണ്ട്, പക്ഷേ ആ സമയമാകുമ്പോഴാണ് നമ്മുടെ മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പെൻഡിങ്ങിലുണ്ടല്ലോ, അത് ചെയ്യാതെ കിടന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മളത് ചെയ്യാൻ തുടങ്ങുന്നു, ഉറങ്ങാനുള്ള സമയം വൈകുന്നു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണം സമയം, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരും, പ്രശ്നമാകും. അപ്പം എന്ത് ചെയ്യണമെന്ന്, നമ്മുടെ ഡയറി എടുത്ത് ചെയ്തു തീർക്കാനുള്ള ജോലികൾ അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു, അതിനെ നാളെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനമെടുത്ത് ഉറങ്ങാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളത് റിലാക്സ്ഡായിട്ട് ഉറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അയ്യോ സമയം പോയി എന്നും പറഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളാകെ സ്ട്രെസ്ഡ് ആകും. അവിടെ നമുക്കൊരു ഹാപ്പി മൂഡൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എനർജിയൊക്കെ അവിടെ വെച്ച് അവസാനിക്കും. പലപ്പോഴും ഹാപ്പി മൂഡിലേക്ക് വരണമെങ്കിൽ ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ട് സെറ്റാക്കണം. അപ്പോൾ ഇതിലൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ പതിവ് തെറ്റിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളൊരു നല്ല ശീലം സെറ്റ് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് അത് തെറ്റി വേറൊരു ശീലത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ഒരു 30 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്താലേ മാറൂ. അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ നമ്മളൊരു ലേറ്റ് നൈറ്റ് ഡിന്നറിന് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു, അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു, ഉറങ്ങാൻ വൈകിപ്പോയി, ഒരു കുഴപ്പമില്ല. നമ്മളത് നിരന്തരം ചെയ്ത് നമ്മുടെ ഹാബിറ്റ് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി 2ാമത്തെ കാര്യം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മൊബൈൽ എന്നുള്ള സാധനം കയ്യിലെടുക്കരുത്. അതെടുത്താൽ പിന്നെ ഹാപ്പി മൂഡെല്ലാം പോവും. പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത് ബാഹ്യലോകമാണ്. അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങും. നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥ. പിന്നെ നമ്മുടെ ബ്രെയിനിൽ ഇൻഫർമേഷൻ ഓവർലോഡിങ്, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ കുത്തി നിറച്ച് നമ്മളാകെ സ്ട്രെസ്ഡ് ആവും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ സാധനം കൈകൊണ്ട് തൊടാതിരുന്നാൽ മതി. അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2-3 മിനിറ്റ് സമയം എന്ത് ചിന്തിക്കണമെന്നോ, അന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു 3 കാര്യം കണ്ടെത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല.
ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു നല്ല ഐറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ചിന്തയാവാം. ഇന്ന് മകളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ചിലപ്പോൾ ചില ഫ്രണ്ട്സിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ആഘോഷ പരിപാടികളുണ്ടാവും. വീട്ടിലേക്കൊരു ഗസ്റ്റ് വരുന്നൊരു ദിവസമാകാം. എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്കിഷ്ടമുള്ള 2 കാര്യങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കുക. ആ ദിവസം ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്ത കാട് കയറി പോകരുത്. ആദ്യത്തെ ചിന്തകൾ നമുക്ക് ഹാപ്പി മൂഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. മൊബൈൽ തൽക്കാലം കൈകൊണ്ട് തൊടണ്ട. ഇനി 3ാമത്തെ കാര്യം എന്താണെന്നോ, നമുക്ക് ഈ സമയത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. എനിക്ക് രാവിലെ സമയത്തിന് എഴുന്നേക്കാൻ പറ്റി, ഒരു പ്രശ്നവും ഇല്ല, ഐ ആം ഹെൽത്തി ആൻഡ് ഹാപ്പി. അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾക്കല്ലേ നമുക്ക് നന്ദി തോന്നുന്നത്. 4ാമത്തെ ശീലം, നമ്മൾ എന്തായാലും ഒരു ദിവസം പലരുമായിട്ട് ഇടപഴകുന്നവരാണ്. അതിൽ 2 പേരെ സെലക്ട് ചെയ്യുക. എന്തിനാണെന്നോ, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, അവർക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അവരെ ഒന്ന് അഭിനന്ദിക്കാൻ, അപ്രീഷിയേറ്റ് ചെയ്യാൻ. എന്നിട്ട് കൃത്യമായിട്ട് ചിന്തിക്കുക, അവർ ചെയ്ത നല്ല കാര്യം എന്താണ്, എങ്ങനെയാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അവരോടത് പറഞ്ഞ് അപ്രീഷിയേറ്റ് ദം. അപ്പോൾ നമ്മുടെ ചിന്ത വളരെ പോസിറ്റീവ് ആകും അല്ലേ. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർ വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ മൂഡ് ഹാപ്പി ആവില്ലേ. അത് പുറമേയുള്ള ആളുകൾ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. വീട്ടിലുള്ളവർ തന്നെയാകാം, ലൈഫ് പാർട്ട്ണറാവാം, മക്കളാകാം, നമ്മുടെ സഹായികളാവാം. ആരായാലും ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ദം. 5ാമത്തെ കാര്യം, നമ്മൾ രാത്രി മുഴുവനും കിടന്നുറങ്ങിയ ആളുകളല്ലേ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഓക്കെ ആകണമെങ്കിൽ ചെറിയ ചില എക്സസൈസസ് ചെയ്യണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഓക്കെ ആയാലേ നമ്മളിലേക്ക് എനർജി വരുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രാണായാമം. അതിലൊരു 2 മിനിറ്റ് മതിയാവും. ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഓക്കെ ആകാൻ ഇത്രയും ധാരാളം മതിയാവും. ഇങ്ങനെ നമ്മൾ ബോഡിക്ക് എന്തെങ്കിലും എക്സസൈസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ നമ്മുടെ മൂഡ് സെറ്റാവും. ഇവിടെ ഞാൻ പറയുന്നത് രാവിലെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ചല്ല കേട്ടോ. നമ്മുടെ ഹാപ്പി മൂഡൊന്ന് സെറ്റാക്കാൻ മിനിമം ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അത് ഹാബിറ്റ്സ് ആയി കഴിഞ്ഞാൽ നമ്മളത് പതിവായി ചെയ്യും. ഇനി 6ാമത്തെ കാര്യം, നമ്മളെ മൂഡ് ഔട്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഡിസ്ട്രാക്ഷൻ. ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. നമ്മുടെ മനസ്സിനെ പിടിച്ചെടുത്ത് കിട്ടില്ല. അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ പല ലെവലിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ, കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ഒരു ഹാബിറ്റ്. അപ്പോൾ കണ്ണടച്ചിരുന്ന് ചുറ്റുപാടുമുള്ള 5 ശബ്ദങ്ങളിങ്ങനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഫാൻ കറങ്ങുന്നതാകാം, അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദമാകാം, ചിലപ്പോൾ ഒരു പല്ലി ചിലക്കുന്നതാകാം. അങ്ങനെ 5 ശബ്ദങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ആ ഒരു ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരികയാണ്. പിന്നെ 2 മിനിറ്റ് സമയം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ 1-2 മിനിറ്റ് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം, ആ പ്ലാനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ രാവിലെ ഒരു ഹാപ്പി മൂഡ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 6 ശീലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.